നമസ്കാരം. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന ഈ സമയത്ത് നമ്മളിപ്പോഴുള്ളത് വെങ്ങാനല്ലൂരിലെ ഒരു പാടശേഖരത്തിലാണ്. ഇവിടെ ഒരു വ്യാപാരിയുണ്ട്. ചേലക്കര ടൗണിലെ തിരക്കുകൾക്ക് ശേഷം നേരെ മണ്ണിലേക്ക് ഇറങ്ങുന്ന ബാലിക്കോടത്ത് സുനിൽ. വെറും ഒരു വിനോദത്തിനപ്പുറം തന്റെ പാടവും പറമ്പുമെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സുനിലിന്റെ കാർഷിക വിശേഷങ്ങൾ ഇന്ന് കാണാം. ചേലക്കര ടൗണിലെ അന്ന ഫുട്വെയർ ഉടമയാണ് സുനിൽ. ടൗണിൽ 3 ചെരുപ്പ് കടകളും സൂപ്പർ മാർക്കറ്റും നടത്തുന്ന സുനിലിന് രാവിലെ എഴുന്നേറ്റാൽ നേരെ മണ്ണിലേക്കാണ് ഓട്ടം. മറ്റുള്ളവർ വ്യായാമത്തിനായി ജിമ്മിലും റോഡിലും നടക്കുമ്പോൾ സുനിലിന് തന്റെ കൃഷിയിടത്തിലെ അധ്വാനമാണ് ഏറ്റവും വലിയ വ്യായാമം. രാവിലെ മണ്ണിൽ വിയർപ്പൊഴുക്കുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തി മറ്റൊന്നിനും നൽകാനാവില്ലെന്ന് സുനിൽ പറയുന്നു. സുനിലേട്ടാ, ഞങ്ങൾ പച്ചക്കറി തോട്ടമൊക്കെ കാണാനായിട്ട് വന്നത്. അപ്പൊ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിശയായിപ്പോയി. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടാക്കാനായിട്ട് എന്ന് തുടങ്ങി ഈ കൃഷി? ഇത് ഞാൻ കുറച്ചു കാലം ആദ്യം മുതൽ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബിസിനസ്സാണ് മെയിൻ പരിപാടിയെങ്കിലും കൃഷിക്ക് എപ്പോഴും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. രാവിലെ എല്ലാ ദിവസവും 6:30 ഇവിടേക്ക് ഇറങ്ങും. 8:30 ഷോപ്പിൽ പോകണം. അതുവരെയുള്ള 2 മണിക്കൂർ ഇവിടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ബിസിനസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഭാഗം. അപ്പൊ ഈ ഒരു കൃഷിയും അതിന്റെ ഒപ്പം തന്നെ കൊണ്ടു നടക്കണേ, അതിനൊരു എഫേർട്ട് എടുക്കണം. അപ്പൊ രാവിലത്തെ സമയം മൊത്തം ഇവിടെയാണോ? രാവിലത്തെ സമയം മൊത്തം ഇവിടെയാണ്. മുന്നേ ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോയിരുന്നു. ഇപ്പൊ പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഇതിനായതുകൊണ്ട് ഇതിലാണ് കൂടുതൽ. നമ്മൾ രാവിലെ 6:30 ഇറങ്ങും, 8:30 വരെ, 9 മണിക്ക് ഷോപ്പിലെത്തും. ബാക്കിയുള്ള സമയമൊക്കെ ഇവിടെ ചെലവഴിക്കും. 2 മണിക്കൂർ രാവിലെ ഇവിടെ. ഇതിപ്പോ നമ്മളിപ്പോ വന്നപ്പോ ട്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്, ട്രിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്ക് ആദ്യം മുതൽ ഇതൊക്കെ അറിയാം. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒക്കെ നമ്മൾ തന്നെ കുറേശ്ശെ ആയിട്ട് ചെയ്യാണ് പതിവ്. പിന്നെ ഇവരൊക്കെ ഞായറാഴ്ച ദിവസങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറ്റാവുന്ന വലിയ പണികൾക്കൊക്കെ ഒരാളെ വെക്കും. ബാക്കിയുള്ളൊക്കെ രാവിലെ കുറേശ്ശെ ചെയ്ത് നമ്മൾ കവർ ചെയ്യും. പിന്നെ ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ രസമല്ലേ. ഇത് വീടുകളിലേക്ക് മാത്രമാണോ അതോ പുറത്തേക്ക് കൊടുക്കില്ല? അതിപ്പോ ഞങ്ങൾക്കൊരു മിനി സ്റ്റോർ ഉണ്ട്, അവിടെ കൊടുക്കും. അതിൽ പച്ചക്കറിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇന്നാണ് ആദ്യമായിട്ട് ചേലക്കര ഫോളേറ്റിന് ഒരു 20 കിലോ കൊടുത്തു. നമുക്ക് ഓർഗാനിക്കാണ്. മരുന്ന് അധികം അടിക്കലില്ല. മരുന്ന് അടിക്കില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെനക്കെടാൻ സമയമില്ല. പിന്നെ ഇപ്പോ അത് മരുന്ന് അടിക്കാത്തതാണ് കുറച്ച് ഈ പുൽക്കുത്ത് കൂടുതൽ. ഞങ്ങൾ വരുന്ന സമയത്ത് മലയണ്ണാനൊക്കെ കണ്ടു. അപ്പൊ ശല്യങ്ങളുണ്ടോ? ഉണ്ടായിരുന്നില്ല. മലയണ്ണൊക്കെ വന്നിട്ടുണ്ട്. തെങ്ങും കൊക്കവും ജാതിയും എല്ലാം എന്തായാലും അതിലൊക്കെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഫുൾ ടൈം പിടിച്ച് നനയ്ക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ പന്നി ശല്യം ഉണ്ട്. നിറച്ച് വാഴ ഉണ്ടായിരുന്നു. വാഴ കുറഞ്ഞു. പന്നി കാരണമാണ് സോളാറ് ഇടണം. അതൊക്കെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. മക്കളാണ് വന്നല്ലേ? ആന് അല്ലേ? 6ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്? ഇത് സ്കൂളിലാ? എങ്ങനെയുണ്ട്? കൃഷിയൊക്കെ ഇഷ്ടമാണോ ചെയ്യാനായിട്ട്? അച്ഛൻ്റെ കൂടെ വരാറുണ്ടോ അങ്ങോട്ട് ചെയ്യാൻ? ഇതാക്കാറുണ്ടല്ലേ? എന്തൊക്കെ അറിയാം ഇതിനെ കുറിച്ചിട്ട്, കൃഷിയെ കുറിച്ചിട്ട്? അവൾക്ക് എല്ലാം അറിയാം. സഹായിക്കാറുണ്ടല്ലേ നല്ലോണം? ഇതില് മെയിൻ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാക്കുനൂല് കെട്ടല് കയറുന്നത് ചാക്കുനൂലിലാണ്. ഈ നൂലിലാണ്. ഇത് നല്ലൊരു അധികം മെനക്കെടില്ല, പക്ഷെ നല്ലൊരു പണിയാണ്. ഇതൊക്കെ അവർ തന്നെ ചെയ്ത. പിന്നെ ഏത് ഡ്രിപ്പ് പൈപ്പ് വെക്കാനും എല്ലാം അവർ തന്നെ. നമുക്കിപ്പോ അവിടെ ഉള്ളു. അപ്പൊ അവര് കൂട്ടുകാരോടൊക്കെ പറയാറുണ്ടോ ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്? വരാറുണ്ടോ കൂട്ടുകാരെ വീട്ടിലേക്ക്? വരാറില്ല അല്ലെ? പറയാറുണ്ട് അല്ലെ? ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഇങ്ങനെയൊക്കെ കൃഷി ഉണ്ട് എന്നൊക്കെ പറയുമ്പോ? മോള് അന്ന അല്ലെ? 10ാം ക്ലാസ് ആണോ? പരീക്ഷ ടെൻഷനിൽ നിൽക്കുക? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? CBSE ആണ് അല്ലെ? ICSE സിലബസ്. മോള് കൃഷിയിലൊക്കെ അച്ഛന്റെ കൂടെ സഹായിക്കാറുണ്ടോ? എന്തൊക്കെ സഹായങ്ങളാ ചെയ്തു കൊടുക്കാറ്? ഞായറാഴ്ച 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങും ഇവിടെ. ഞായറാഴ്ച 4 മണിക്ക് ഇറങ്ങിയ ഒരു 7 മണി വരെ ഫുഡൊക്കെ. നമുക്ക് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഫോണ്, TV ഇതിലൊക്കെ അഡിക്റ്റഡ് ആയിട്ടിരിക്കുമ്പോ
ഈ കുട്ടികൾക്ക് വേറൊരു പാടാണല്ലേ ഇവിടുന്ന് കൊടുക്കുന്നത്? അവർക്ക് അറിയാം, അവർക്ക് എല്ലാം ഇപ്പൊ അവർക്ക് കൃഷിയെ കുറിച്ച് എല്ലാം തന്നെ അറിയാം. കാരണം വള്ളി പിടിച്ചു വെക്കാനും വിത്ത് കുത്തിരാനും ഒക്കെ നമുക്ക് എന്റെ കൂടെ നടന്നിട്ട് അപ്പോ അവർക്കറിയാം. പിന്നെ ഡ്രിപ്പ് ഇടാനും പിന്നെ വളം വെഞ്ചുറി കൂടെ അത് കാണിച്ചു കേട്ടോ, വെഞ്ചുറി കൂടെ വളം കയറ്റി വിടണേ. പിന്നെ ഷീറ്റ് വിരിച്ചത് കഴിഞ്ഞ ദിവസം പിടിക്കാനൊക്കെ ഒക്കെ അവർ തന്നെയാണ് ഹെൽപ്പ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ വിളവെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സന്തോഷമാണ്. രാവിലെ ഇപ്പൊ ഇന്ന് ഞാൻ സത്യം പറഞ്ഞ 20 കൊടുത്തു, അല്ലെങ്കിൽ കുറച്ചുകൂടി. എന്തൊക്കെ മെയിൻ ഇനങ്ങൾ അവിടെ ഉള്ളത്? ഇവിടെ പാവലുണ്ട്, പടവലുണ്ട്, പിന്നെ വീട്ടാവശ്യത്തിന് പയറ്, ചീരയുണ്ട്. ഇത്രയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. കോവയ്ക്ക ഇല്ല. ഇതിപ്പോ ഫുള്ള് ഈ സൈഡ് ഫുള്ള് ഇത് ഫുള്ള് പടവലാണ്. പിന്നെ ഇതൊക്കെ പാവല്, പിന്നെ വീട്ടാവശ്യത്തിന് മറ്റേ പയറും ഇതും ചെയ്തിട്ടുണ്ട്. കൊക്കോ ഉണ്ട്, അത് കൊടുക്കാൻ കൊക്കോ കൊടുക്കാൻ കിട്ടും. ജാതി ഉണ്ട്, പിന്നെ നാളികേരം ആവശ്യത്തിനുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് മറ്റേ സപ്പോട്ട, മാങ്കോസ്റ്റിൻ, ഓറഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ തോട്ടത്തിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഈ 30 സെന്റിൽ ഒരുക്കിയ പച്ചക്കറി തോട്ടം. ശാസ്ത്രീയമായ രീതിയിൽ പന്തലൊരുക്കി പടവലം, പായല്, പയറ് എല്ലാം വിളയിക്കുന്ന ഈ തോട്ടത്തിലെ വിശേഷങ്ങളൊന്നും നമുക്ക് നോക്കാം. മൾച്ചിങ് ഷീറ്റും ഉപയോഗിച്ച് അത്യാധുനിക രീതിയിലാണ് ഇവിടെ പച്ചക്കറി വളർത്തുന്നത്. സ്വന്തം വീടുകളിലേക്ക് വിഷമില്ലാത്ത ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. രാവിലെ പാടത്തും പറമ്പിലുമെത്തി ഓരോ ചെടിയെയും മക്കളെ പോലെ പരിചരിച്ചില്ലെങ്കിൽ സുനിലിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. ബിസിനസ് തിരക്കുകൾ തുടങ്ങുന്നതിന് മുൻപേ സുനിൽ ഇവിടെ കാർഷിക കർമ്മങ്ങളിൽ മുഴുകും. സുനിലിന്റെ വ്യാപാര സ്ഥാപനങ്ങളിലൊന്ന് ഭാര്യ രഞ്ജിനിയാണ് നോക്കി നടത്തുന്നത്. കച്ചവട തിരക്കുകൾക്കിടയിലും ഈ കുടുംബം മുഴുവൻ ഈ കൃഷിയിൽ ഒന്നാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സുനിൽ ഒരു സാധാരണ വ്യാപാരിയല്ല, മണ്ണറിഞ്ഞ കർഷകൻ കൂടിയാണ്. തന്റെ തോട്ടത്തിലെ കുഴൽക്കിണറിന് സ്ഥാനം കണ്ടുപിടിച്ചതും സുനിൽ തന്നെയാണ്. സ്വന്തം ബുദ്ധി പ്രയോഗിച്ച് കാർഷിക പ്രതിസന്ധികളെ മറികടക്കുന്ന സുനിലിന് ഓരോ മരത്തെക്കുറിച്ചും കൃത്യമായ അറിവുണ്ട്. ഈ തെങ്ങ് കണ്ടില്ലേ, ഇതൊരു കാലത്ത് കൂമ്പ് ചീഞ്ഞ് നശിച്ചു പോണ്ട തെങ്ങായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇത് വെട്ടിക്കളയണം, ഇതുകൊണ്ട് ഇനി ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ സുനിലിന്റെ കാർഷിക വൈദഗ്ധ്യം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നത്. കൂമ്പ് ചീഞ്ഞപ്പോൾ സുനിൽ പ്രത്യേക രീതിയിലുള്ള പരിചരണമാണ് നൽകിയത്. അത്ഭുതമെന്ന് പറയട്ടെ, തെങ്ങ് അതിജീവിച്ചു. പ്രത്യേക രീതിയിൽ വളർന്നു വന്നെങ്കിലും ഇന്ന് തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ വിളവ് നൽകുന്ന തെങ്ങുകളിൽ ഒന്നായി ഇത് മാറി. 6 ഏക്കറിലെ ഓരോ മരത്തിനും പറയാൻ ഇങ്ങനെയൊരു കഥയുണ്ടാകും. അവധി ദിവസങ്ങളിൽ സുനിലിന്റെ കൃഷിയിടം ഒരു കുടുംബ സംഗമത്തിന് വേദിയാകും. 10ാം ക്ലാസ്സുകാരിയായ അന്നയും 6ാം ക്ലാസ്സുകാരിയായ ആനും പഠനത്തിനോടൊപ്പം തന്നെ പാടത്തിറങ്ങാനും മടിക്കാത്തവരാണ്. ഇതാണ് അന്ന, ഇത് ആന്. ഇവർക്ക് ഏറ്റവും കൂടുതൽ കൃഷിപ്പണിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാ, എന്ത് ചെയ്യാനാ? പയറുണ്ടാക്കാനാണ്. പയറാണോ കൂടുതൽ ഇഷ്ടം? മോൾക്ക് എന്താ ഇഷ്ടം? എന്ത് ചെയ്യാനാ? കൈപ്പയ്ക്ക ഇഷ്ടമാണോ? ഉപ്പേരി ചെയ്യാറുണ്ടോ? കുക്കിംഗ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ.
പഠനത്തിനിടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം ഇവർ പാടത്തിറങ്ങും. അവധി ദിവസങ്ങളിൽ കുടുംബം പൂർണ്ണമായും ഇവിടെയുണ്ടാകും. പുതിയ തലമുറ കൃഷിയിൽ നിന്നും അകലുമ്പോൾ മണ്ണറിഞ്ഞു വളരാൻ ഈ കുട്ടികൾക്ക് അച്ഛൻ നൽകുന്ന പാഠം വലുതാണ്. ലാഭത്തേക്കാൾ ഉപരി കൃഷി നൽകുന്ന മാനസിക ഉല്ലാസമാണ് സുനിലിനെ ഈ മേഖലയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. നെല്ലും തെങ്ങും കവുങ്ങും മുതൽ മാംഗോസിനും ജാതിയും വരെ വിളയുന്ന ഈ സുന്ദര ഭൂമി ഏവർക്കും ഒരു പാഠമാണ്. തന്റെ കച്ചവട തിരക്കുകൾക്കിടയിലും സുനിൽ കണ്ടെത്തുന്ന ഈ കാർഷിക ലോകം ഏവർക്കും ഒരു പ്രചോദനമാണ്. വരുമാനത്തെക്കാൾ ഉപരി കൃഷിയോടുള്ള അഭിനിവേശമാണ് സുനിലിനെ ഈ മേഖലയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. എന്തായാലും ഈ പച്ചപ്പിൽ നിന്നും മടങ്ങാൻ സമയമായി. ടീം CCTVക്ക് വേണ്ടി മാധ്യമപ്രവർത്തകരായ വിബിക്സിനോടും സുമേഷ് അരയൻപറമ്പിലിനോടുമൊപ്പം ധന്യ മണികണ്ഠൻ.